ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുലിഖിതം. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസം പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ദൈവമക്കളെ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി പ്രവഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ കെട്ടുകൾ അഴിച്ചുവിടുന്നു. സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിമത്തത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും തകരട്ടെ. അമിതമായ ലജ്ജ മാറിപ്പോകട്ടെ. അമിതമായ നിഷേധചിന്ത വിട്ടുപോകട്ടെ. അമിതമായ ഭയങ്ങൾ മാറട്ടെ. അമിതമായ നിരാശ മാറട്ടെ. കുറ്റബോധങ്ങൾ മാറട്ടെ. വെറുപ്പ് മാറട്ടെ. തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, വിശുദ്ധിയിൽ നിന്നും, ദൈവ ഐക്യത്തിൽ നിന്നും, ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവമക്കളെ വ്യതിചലിപ്പിച്ചു കൊണ്ടുവന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും സ്വാധീനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുരാത്മാക്കളെ, അന്ധകാര സൈന്യനിരകളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടുംബങ്ങളുടെ മേൽ അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ. കൃപാവരാഭിഷേകം നിറയട്ടെ. സ്നേഹം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. ആനന്ദം നിറയട്ടെ. വിശ്വാസം നിറയട്ടെ. കൃപ നിറയട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഐക്യത്തിന് കൃപ, സ്നേഹത്തിന് കൃപ, ക്ഷമയുടെ കൃപ, വചനത്തിന്റെ കൃപ, വിശുദ്ധിയുടെ കൃപ, ദൈവത്തിന് കൃപ ഇപ്പോൾ നിവേശിക്കട്ടെ, നിവേശിക്കട്ടെ, നിവേശിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തിൽ ദൈവപുത്രനായ യേശു ഒരു സംഗതിയെ പഠിപ്പിക്കുകയാണ്. ഇതാ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? യേശുവിലുണ്ടായിരുന്ന സമാധാനം എടുത്ത് ഇതാ ശ്ലീഹന്മാരുടെ മേൽ വെക്കുകയാണ്. ഹല്ലേലൂയ. യേശു എപ്പോൾ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടാലും അവർക്ക് സമാധാനം ആശംസിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം. അത് വെറുതെ പറഞ്ഞതാണോ? ശ്ലീഹന്മാരുടെ മനസ്സിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു സമാധാനം, യേശുവിൽ ഉണ്ടായിരുന്ന സമാധാനം യേശു ശ്ലീഹന്മാരുടെ മേൽ എടുത്തു വെച്ച്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 വാക്യങ്ങൾ ഈശോ ഇതാ ശ്ലീഹന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. പാപങ്ങൾ മോചിക്കാൻ വേണ്ടി യേശുവിലുണ്ടായിരുന്ന പാപമോചന അധികാരം യേശു എടുത്ത് ഇത് അവരുടെ മേൽ വെക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ നിന്ന് കൃപ അടുത്ത വ്യക്തിക്ക് എടുത്തു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇന്ന് സഭയിലുള്ള ഒരു വിശ്വാസിക്ക്, ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്നൊരു വ്യക്തിക്ക് കഴിയുമെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. എനിക്കിതിനെക്കുറിച്ച് ഉൾക്കാഴ്ച കിട്ടിയ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2012 ജനുവരി മാസത്തിൽ ഇതാ പാലക്കാട് വെച്ച് വൈദികരുടെ ഒരു പവർ കോൺഫറൻസ് നടക്കുകയാണ്. അവിടെ ഒരു വൈദികൻ ഒരു അനുഭവം പറഞ്ഞ്, ആ വൈദികൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് കൊച്ചച്ഛനായി വേല ചെയ്യുമ്പോൾ അട്ടപ്പാടിയിൽ താമസിച്ചുള്ളൊരു ധ്യാനത്തിന് വന്നു. അന്ന് വരെ എത്ര വചനം പഠിച്ചാലും ബൈബിൾ പഠിച്ചാലും ഒന്നും മനസ്സിലിരിക്കുകയല്ല. ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലിരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ സമയത്ത് കുമ്പസാരം കഴിഞ്ഞ് അവിടെ മുട്ടുകുത്തി നോക്കിയപ്പോൾ സോജി ഓലിക്കലച്ഛനാണ് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വചനം പഠിക്കണം, അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം.
അപ്പോൾ അച്ഛൻ ആ കൊച്ചച്ഛൻ്റെ നേരെ ഒരു ആശീർവാദം കൊടുത്ത് ഇന്നു മുതൽ വചനം നന്നായി നിറയട്ടെ പ്രാർത്ഥിച്ചു. ആ കൊച്ചച്ഛൻ ഈ പവർ കോൺഫറൻസ് സാക്ഷ്യപ്പെടുത്തി. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷങ്ങൾക്ക് ശേഷം ഈ പവർ കോൺഫറൻസിൽ വന്ന് ആ കൊച്ചച്ഛൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, അന്ന് സോജി അച്ഛൻ ആ ഒരു അനുഗ്രഹം എടുത്തു കൊടുത്തപ്പോൾ അന്ന് തൊട്ട് അച്ഛൻ പഠിക്കുന്ന എല്ലാ വചനങ്ങളും അച്ഛൻ്റെ മനസ്സിലിരിക്കുകയാണ്. വചനത്തോട് അദമ്യമായൊരു അഭിനിവേശം, ഒരു ദാഹം, ഒരു താല്പര്യം, പഠിക്കുന്ന വചനങ്ങളെല്ലാം ഉള്ളിരിക്കുന്നു. വചന പ്രഘോഷണ കൃപ ഇതെല്ലാം അങ്ങോട്ട് തുറക്കപ്പെട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ, ഇതാ സോജി അച്ഛനിൽ ഒരു കൃപയുണ്ടായിരുന്നത് അച്ഛൻ എടുത്ത് അച്ഛൻ അങ്ങോട്ട് കൊടുത്ത് ഇന്ന് മുതൽ വചനം പഠിക്കാനുള്ള കൃപ നിറയട്ടെ ഒരു അനുഗ്രഹം അങ്ങോട്ട് കൊടുത്ത് അതവിടെ അങ്ങോട്ട് ഇൻസ്റ്റാൾഡായി, അവിടെ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു വ്യക്തി കൃപയുണ്ടെങ്കിൽ ആ കൃപ എടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു വ്യക്തിയിൽ ഒരു വിശ്വാസം ജ്വലിച്ചാൽ ആ വ്യക്തിയുടെ സാന്നിധ്യം വഴി അടുത്ത വ്യക്തിയിൽ വിശ്വാസം കത്തിപ്പടരാൻ തുടങ്ങും. നമ്മുടെ വിശ്വാസം തമ്മിൽ പ്രോത്സാഹിപ്പിക്കും, തമ്മിൽ അത് കത്തിപ്പടരാൻ തുടങ്ങും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു നാൾ മാഞ്ചസ്റ്ററിൽ സുവിശേഷ വേലയ്ക്ക് വന്നു. അപ്പോൾ സോജി ഓലിക്കലച്ചൻ ബർമിംഗ്ഹാമിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് എന്നെ അഭിവാദനം ചെയ്യാനും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷൻ്റെ ആദ്യ ദിവസം ഞാൻ വെളുപ്പിന്, ഭയങ്കര തണുപ്പാണ് മാഞ്ചസ്റ്ററിൽ, മഞ്ഞ് വീഴുന്ന കാലം. എനിക്ക് വെളുപ്പിന് എഴുന്നേക്കാൻ ഭയങ്കര പ്രയാസം. കഷ്ടപ്പെട്ട് ഞാൻ എഴുന്നേറ്റപ്പോൾ 5-6 മണിയായി. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? സോജി അച്ഛൻ വെളുപ്പിന് 4 മണിക്ക് ആ കൊടും തണുപ്പത്ത്, അച്ഛന് എന്നെത്ര ആരോഗ്യമില്ല, അച്ഛന് ഉദരപീഡ പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന, ഉദരത്തിൽ ചില വിഷമമൊക്കെ വേദനയൊക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലമാണ്. ആ ഞെരുക്കത്തിൽ, ആ രോഗത്തിൽ, ആ വേദനയിൽ, ആ ക്ഷീണത്തിൽ വെളുപ്പിന് 4 മണിക്ക് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് UK ഒരുപാട് പേര് സുഖമായി ആ തണുപ്പത്ത് അങ്ങനെ ആ വലിയ കമ്പിളിയൊക്കെ പതച്ച് അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റിരുന്ന് വെളുപ്പനിരുന്ന് പ്രാർത്ഥിക്കുക. ആ സ്വരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ആ ക്ഷീണത്തിൽ എനിക്കന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ സ്വരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 6 മണിക്ക് ചോദിച്ചു, അച്ഛൻ ആരായിരുന്നു രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അച്ഛൻ പറഞ്ഞു, ഞാൻ കുറച്ച് കാലമായിട്ട് വെളുപ്പിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഉണർത്തുകയാണ്. അത് കേട്ടപ്പോൾ, ആ ഒരു അനുഭവം അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വിശ്വാസം കത്താൻ തുടങ്ങി. ഒരു ഉണർവ്, ഒരു ജ്വലനം. അച്ഛനിലുണ്ടായിരുന്ന കൃപ എന്നെ ജ്വലിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പിറ്റേ ദിവസം എനിക്കും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ കൃപ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ആ സാന്നിധ്യം വഴി അടുത്ത വ്യക്തിയിൽ കൃപ ഉണരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. സോജി അച്ഛന് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഇനിയും പലതും നമ്മളോട് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായലച്ചൻ പറഞ്ഞതുപോലെ കൃപ കൃപയെ ജ്വലിപ്പിക്കുന്നു, അഭിഷേകം അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UK ചെന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സ് തുറന്ന് അവിടെയുള്ള ദൈവജനത്തെ സ്നേഹിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ ഒരു തടസ്സം എൻ്റെ ഉള്ളിൽ വന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് റോമാലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം ഞാൻ വായിച്ചത്. 1-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ അല്ലെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ റോമായിലെ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ ഒന്ന് വന്ന് കണ്ട് സ്ഥൈര്യപ്പെടുത്താൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വരം നൽകാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായലച്ചൻ മാഞ്ചസ്റ്ററിലേക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക വരം എനിക്ക് വേണം. ഞാൻ അച്ഛനൊരു കത്തയച്ചു, അച്ഛാ എനിക്കൊരു പ്രത്യേക വരം ആവശ്യമാണ്. എന്താന്ന് ഞാൻ പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് അച്ഛൻ വന്ന് വചനം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കാരറ ഇടവകയിലുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ പറഞ്ഞു. ആ ഇടവകയിൽ അച്ഛൻ വികാരിയായി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകളോട് പലതരത്തിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അച്ഛന് ചില അനുഭവങ്ങൾ അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ആ ഇടവക ജനം അച്ഛനെ ഉള്ളു തുറന്ന് അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അച്ഛനെ ആര് എന്തു പറഞ്ഞാലും, ആരെത്ര കുറ്റപ്പെടുത്തിയാലും അത് അച്ഛനൊരു പ്രശ്നമല്ല. മറിച്ച് ആ ജനത്തെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ, എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളാനൊരു അഭിഷേകം ദൈവമായ കർത്താവ് അച്ഛനെ നൽകി. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, അതുകൂട്ട് കുറച്ച് അഭിഷേകം എനിക്കും വേണം, എനിക്ക് അതുകൂടി വരം വേണം. ദൈവസന്നിധിയിൽ ഞാൻ എളിമയോടുകൂടി പ്രാർത്ഥിച്ചു. അന്ന് ആരാധനയുടെ സമയത്തും ദൈവസന്നിധിയിൽ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് അങ്ങയുടെ ജനത്തെ ആഴത്തിൽ സ്നേഹിക്കാൻ എനിക്ക് കൃപ വേണം. ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ കൃപ വേണം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ആ സന്ദർശനത്തിലൂടെ, ആ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ആ കൃപ നൽകി. തുടർന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ
ആ ദൈവജനത്തെ കൂടുതൽ സ്നേഹിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് ഒരു അഭിഷേകമായി, ഒരു കൃപയായി അതെനിക്ക് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യപ്രകാരമാണ്, എന്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. എന്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കോയമ്പത്തൂർ വികാരിയായി ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതങ്കൽ അച്ഛനാണ് കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ അത്ഭുതപ്പെടും. അച്ഛൻ ഭക്ഷണവും ഉറക്കമൊക്കെ പലപ്പോഴും വേണ്ട എന്ന് വെച്ച് വചനം പഠിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പട്ടം കിട്ടി ആദ്യത്തെ വർഷം തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്ത ഫലമായി ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛന് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനുള്ള പ്രത്യേക അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകി. അതിൻ്റെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ട, അച്ഛനിലുണ്ടായിരുന്ന ആ വിശ്വാസത്തിന്റെ അഭിഷേകം അതെന്നെ ഒരുപാട് സ്വാധീനിച്ചു. ഒരിക്കൽ വൈദികർക്കുള്ള ധ്യാനത്തിൽ ഒരു പ്രഭാഷണം നടത്തുവാൻ ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായിലച്ചൻ ബിനോയച്ചനോട് പറഞ്ഞപ്പോൾ ആ രാത്രി മുഴുവൻ ഉറക്കവളച്ച് ദൈവവചനത്തിന്റെ മുമ്പിലിരുന്ന് വചനം പഠിക്കുകയും പിറ്റേ ദിവസം അത്ഭുതകരമായ തരത്തിൽ വചനം പറയാൻ ദൈവ അച്ഛൻ അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്കും കഷ്ടപ്പെട്ട് വചനം പഠിക്കണം, എഴുതി വചനം പഠിക്കണം, ഈ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം മറ്റുള്ള വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വാസ കൃപയുള്ള മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ അഭിഷേകം നമ്മളെ സ്വാധീനിക്കും, പ്രോത്സാഹിപ്പിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോൾ ചെയ്ത കാര്യം, ആദ്യമേ തന്നെ അമ്മ എലീശാമ്മയുടെ പക്കലേക്ക് ഓടി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എലീശാമയിലുണ്ടായിരുന്നു. 2 അഭിഷേകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി, 2 കൃപകൾ തമ്മിൽ കൂട്ടിമുട്ടി. അതുകൊണ്ടാണ് എലീശാമ പറഞ്ഞത്, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ഭാഗ്യം എവിടെ നിന്ന്? നിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റേ വ്യക്തിയിലുള്ള അഭിഷേകത്തിന്റെ അഗ്നി അങ്ങോട്ട് ജ്വലിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം. ദമ്പതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. വൈദികർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യും. അൽമായ സഹോദരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വിശ്വാസം എൻ്റെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, UK ഒരു കുടുംബത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവർക്ക് കഴുത്തിൽ തൈറോയ്ഡ് വരികയും അതിൽ ക്യാൻസറിന്റെ കോശങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. പക്ഷേ ആ കുടുംബത്തിന് ആദ്യം അതൊരു ഷോക്കാണെങ്കിലും അവർക്ക് മനസ്സിലായി ഇതെല്ലാം ഉപരിനന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. അവരെ ചികിത്സയൊക്കെ നടത്തിയെങ്കിലും അതിനപ്പുറത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ആ കുട്ടിയുടെ അമ്മയും അവരുടെ ചില കൂട്ടുകാരും കൂടെ രാത്രി കാലത്ത് എൻ്റെ പള്ളിയിൽ വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വരണം, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊടുത്തു. ഹോൾ നൈറ്റ്, മുഴുവൻ രാത്രിയിലും അവർ യേശുവിനെ ആരാധിച്ചു. ഞാൻ പിറ്റേ ദിവസം വരുമ്പോൾ കാണുന്ന കാഴ്ച, സന്തോഷത്തോടുകൂടി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വലിയ ആനന്ദ ഗാനം ആലപിച്ച് നൃത്തമാടി ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അന്ന് പരിശുദ്ധ കുർബാന അവർക്ക് എഴുന്നള്ളിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ നിങ്ങളുടെ കുഞ്ഞിന് ഈ പരിശുദ്ധ കുർബാന കൊണ്ട് കൊടുക്കുക. അവർ യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അൽമായരെ യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയും അവർക്ക് പരിശുദ്ധ കുർബാന രോഗികൾക്ക് കൊണ്ട് കൊടുക്കുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധ കുർബാന ആ കുഞ്ഞിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന സകല ഭയങ്ങളും വിട്ടുപോയി. ഒരു സ്വർഗത്തിന്റെ അഭിഷേകം അവരിലേക്ക് വ്യാപരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന്റെ വിശ്വാസം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കുഞ്ഞിന് ക്യാൻസർ രോഗമായിട്ട് മുഴുവൻ രാത്രിയിലും, അത് ഒരു രാത്രിയല്ല, അനേക രാത്രികൾ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് നൃത്തമാടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രോഗം പിടിച്ച കുഞ്ഞും അവളും വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവ സന്നിധിയിൽ നന്ദി പറഞ്ഞ് മുഴുവൻ രാത്രിയിലും ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ബൈബിളിലെ ദാനിയേലും കൂട്ടരും സിംഹക്കുഴിയിൽ കടന്ന് ദൈവത്തെ ആരാധിച്ചതുപോലെ വിശ്വാസത്തിന്റെ അഗ്നിയാണ് അവരിൽ ഞാൻ ദർശിച്ചത്. അത് കണ്ടപ്പോൾ എന്നിലുള്ള വിശ്വാസത്തിന്റെ അഭിഷേകം വർദ്ധിച്ചു. പ്രിയപ്പെട്ട, ഒരിക്കൽ ഒരു നോമ്പ് കാലത്ത് ഞാൻ വീടുകൾ വെഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ കുടുംബത്തിൽ 4 മക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. 4 മക്കൾ.
ആ നോമ്പുകാലമായിരുന്നു. ആ നോമ്പുകാലത്ത് അവരുടെ കൂടെ ഞാൻ ഭക്ഷണത്തിനിരുന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് അവർ ഇറച്ചിയും മീനൊന്നും കൊടുക്കണില്ല. ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇത്രയും ദിവസം ഈ ഇറച്ചിയൊന്നും കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടോ? അവർ പറഞ്ഞ, അച്ഛാ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആ അപ്പനും അമ്മേനോട് പറഞ്ഞ, അച്ഛാ ഇത് തണുപ്പുള്ള രാജ്യമാണ്, ഇറച്ചി കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് കേടാന്നൊക്കെ പലരും പറയും. പക്ഷെ അവർ പറഞ്ഞു, അല്ല, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള മനോഹരമായ പാരമ്പര്യമാണ്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേകത്തിൻ്റെ ഉപകരണമാണ് ഉപവാസം, നോമ്പ്. അത് ഞങ്ങളുടെ മക്കൾ നോക്കിയാൽ അവരുടെ ആത്മാവിന് ശക്തി കിട്ടും. എന്നെ അത്ഭുതപ്പെടുത്തി. അത്രമാത്രം വിശ്വാസ അഭിഷേകമാണ് ആ കുടുംബത്തിനുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാ ബുധനാഴ്ചയും ആ കുടുംബം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മുഴുവൻ രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അവർ 5ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ദൈവസന്നിധിയിൽ എല്ലാ ബുധനാഴ്ചകളിലും മുഴുവൻ രാത്രിയിലും ഉണർന്നിരുന്ന് ജീവിക്കുന്ന യേശുവിനെ അവരെ ആരാധിക്കുകയും ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ചിലപ്പോൾ എനിക്കൊരു ക്ഷീണം വരും വെളുപ്പിന് എഴുന്നേറ്റ് കുർബാന ചെല്ലാൻ. പക്ഷേ അതുപോലെ ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ അൽമായരായിട്ടുള്ള വ്യക്തികളെ ഓർക്കുമ്പോൾ എൻ്റെ ക്ഷീണം മറന്ന് ഞാൻ ചാടി എഴുന്നേക്കും, പോയി പരിശുദ്ധ കുർബാന ചൊല്ലും, ദൈവജനത്തെ ആശീർവദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സെന്റ് പോൾ പറഞ്ഞു, റോമാലേഖനം 1:12, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മന്ദത വന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസ കൃപയുള്ള വ്യക്തികളടുത്ത് നമ്മൾ പോകണം. അപ്പോൾ ആ വ്യക്തികളിലുള്ള വിശ്വാസ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കും. UK-യിലുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വരികയാണ്. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത, ആ കുടുംബം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 5:30 മുതൽ 7 വരെ പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെ വീണ്ടും കുടുംബ പ്രാർത്ഥന നടത്തും. പ്രിയപ്പെട്ടവരെ, അവരുടെ പല സ്വന്തക്കാരും ബന്ധുക്കളെല്ലാം UK-യിലുണ്ട്. വൈകുന്നേരങ്ങളിൽ ആ സ്വന്തക്കാരും ബന്ധുക്കളും ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് പല മുറുമുറുപ്പാണ് വരുന്ന ആൾക്കാർക്ക്. കാരണം എന്നാ? ഇവരുടെ നീണ്ട പ്രാർത്ഥന അവർ കളിയാക്കി. പല ആൾക്കാരും വീട്ടിൽ വരാതെയായി. പക്ഷേ ആ കുടുംബം പറഞ്ഞു, 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കും. ഗസ്റ്റ് വന്നാലും കുഴപ്പമില്ല, ആര് വന്നാലും കുഴപ്പമില്ല, ദൈവത്തിന് കൊടുക്കേണ്ട ടൈം ദൈവത്തിന് കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇവരുടെ കുടുംബ പ്രാർത്ഥനയെ പങ്കുചേരാൻ വേണ്ടി അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഇന്ന് അവരുടെ ഭവനത്തിൽ ആ സമയത്ത് വരാൻ തുടങ്ങി. ഒരുപാട് അവർ ത്യാഗം സഹിച്ചെങ്കിലും കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് അവരിലൂടെ വിശ്വാസത്തിന്റെ അഗ്നി അവരുടെ സ്വന്തക്കാരിലേക്കും ബന്ധുക്കളിലേക്കും കത്തിപ്പടരുകയാണ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദമ്പതികൾ, ഈ വചനം കേൾക്കുന്നവരെ മറക്കരുത്. ഇണ എന്ന വാക്കിന്റെ അർത്ഥം, തുണ എന്ന വാക്കിന്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി എന്നാണ്. നിങ്ങളുടെ ഇണയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയിലുള്ള ആത്മാവിന്റെ അഭിഷേകം കണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ വിശ്വാസത്തിന്റെ അഗ്നിയും നിങ്ങളുടെ കുടുംബത്തിൽ ജ്വലിക്കും. നിങ്ങളുടെ കുഞ്ഞിന് കൂടുതൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകം കൊണ്ട് നിങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ആ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കണം. അതിന്റെ വിശ്വാസത്തിന്റെ അഗ്നി കത്തിപ്പടരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ അഗ്നി അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ച് സ്വർഗത്തിന്റെ വീതിയും നീളവും കൂട്ടാൻ, സ്വർഗരാജ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കർത്താവ് നമുക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ആ ആത്മാവിന്റെ അഭിഷേകം നമ്മൾ ജ്വലിക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്വർഗം തുറന്ന് അത്ഭുതകരമായ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. സെന്റ് പോളിൽ നിറഞ്ഞതുപോലെ വിശ്വാസം മറ്റുള്ളവരിൽ ജ്വലിപ്പിക്കാൻ തക്ക തരത്തിൽ വിശ്വാസത്തിന്റെ അഗ്നി ഞങ്ങളിൽ ആളി കത്തിക്കണമേ കർത്താവേ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് കൃപയിലും വിശ്വാസത്തിലും വളരാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ മേൽ അഗ്നിയായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus.
സ്നേഹത്തിൻ സാഗരമേ, അലയടിച്ചുയരുന്ന കാരുണ്യമേ, രൂപം വെടിഞ്ഞി തിരുവോസ്തിയിൽ കുടികൊള്ളും സ്വർഗീയ വാഗ്ദാനമേ, ആരാധന ആരാധന അലതല്ലും സ്നേഹമേ, ആരാധന 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 അലതല്ലും സ്നേഹമേ, യെരമിയായുടെ പുസ്തകം 31-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിന്റെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി നമ്മുടെ കൂടെ നമ്മുടെ ഭാവി പ്രത്യാശാഭരിതമാക്കാൻ ഇടപെടുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ സ്വർഗീയ രാജാവേ, കുടുംബങ്ങളുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓ സ്വർഗീയ രാജാവേ, ജീവിതങ്ങളുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓ സ്വർഗീയ രാജാവേ, എല്ലാ കണ്ണുനീരിൻ്റെ മേലും വ്യാപരിക്കണമേ. നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ, നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ, ഇപ്പോൾ കുടുംബങ്ങളിൽ ഇടപെടണമേ. കാലങ്ങളായുള്ള കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും അത്ഭുതകരമായ ദൈവസ്നേഹം നിറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, സ്വർഗീയ സൗഖ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ യേശുവേ ആരാധന ആരാധന. വാഗ്ദാനമേ, ആരാധന ആരാധന അലതല്ലും സ്നേഹമേ, ആരാധന 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 അലതല്ലും സ്നേഹമേ, ആരാധന. ഹല്ലേലൂയ മാറാനാത്ത. Lord Jesus. എൻ്റെ മകളുടെ പേര് മെറിൻ. മറിൻ. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നു. 4 മാസമായി മകൾക്ക് ഭയങ്കര ബോഡി പെയിന്, വയറ്, നടുവ്, തല, ബോഡി മൊത്തത്തിൽ പെയിൻ ആയിരുന്നു. 10 ഡോക്ടേഴ്സിനെ ഞങ്ങൾ 4 മാസമായിട്ട് 10 ഡോക്ടേഴ്സിനെ 4 മാസം കൊണ്ട് കൺസൾട്ട് ചെയ്ത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി ഇടപെട്ട് അപ്പോൾ അവസാനമായിട്ട് ഒരു ഹിന്ദു ഡോക്ടർ പറഞ്ഞു, ഈ മോൾക്ക് മെഡിക്കൽ ലെവലിൽ ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടേതായ രീതിയിൽ ധ്യാനത്തിൽ കൂടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്ത് മാത്രമേ ഇത് പോവുകയുള്ളെന്ന്. അങ്ങനെ ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. ഈ ധ്യാനത്തിൽ പങ്കെടുത്തു. ആദ്യത്തെ ദിവസം മോള് 10 ദിവസമായി അവൾ ഡാഡിയോടോ മമ്മിയോടോ ഞങ്ങളോടൊന്നും മിണ്ടത്തില്ല, ഒരക്ഷരം മിണ്ടില്ല, വാ തുറക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന സമയം ഭയങ്കര ദേഷ്യമായിരുന്നു, ഒന്നിലും അടുക്കത്തില്ലാതിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം കുർബാനയ്ക്ക് പള്ളിയിൽ ഞങ്ങൾ വന്നു ചേർന്നപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴെന്നെ നല്ലപോലെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി അവൾക്ക് വിശുദ്ധ കുർബാനയെല്ലാം സ്വീകരിച്ച് ഞങ്ങൾ ധ്യാനത്തിൽ വന്നിരുന്നു. ഇവിടെ വന്നപ്പോഴും അവൾക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റ് പോണം. ഞാനവിടെ പിടിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നല്ലതുപോലെ മയങ്ങി. പ്രാർത്ഥിക്കാനൊന്നും അന്ന് സാധിച്ചില്ല. 2-ാം ദിവസം ഇന്നലെ 14 വയസ്സുള്ള മകളുടെ പേര് പറഞ്ഞപ്പോൾ ഇവള് മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഉണർന്നു. ഒരു ചുമയോട് ഇന്നലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, 14 വയസ്സുള്ള കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു, സൗഖ്യം നൽകുന്നു. ആ സമയത്ത് കുട്ടി മയങ്ങി കിടക്കുന്നു, ചാടി വേഗം എഴുന്നേറ്റ്. പിന്നെ അവൾ മൊത്തം സമയം സ്തുതിച്ചു. രാവിലെ യുവജനങ്ങളുടെ മീറ്റിങ്ങിലും പോയി. അവൾക്ക് തലയ്ക്ക് ഭയങ്കര പെരുപ്പും വേദനയുമായിരുന്നു അവിടെ ഇരുന്ന്. അവിടെ ആ ശുശ്രൂഷയുടെ സമയത്തും അട്ടായിലച്ചൻ്റെ ശുശ്രൂഷയുടെ സമയത്തും അവിടെ അവൾക്ക് സൗഖ്യം കിട്ടി. പിന്നെ അവൾ മൊത്തത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? ഇപ്പം ഭയങ്കര സന്തോഷമാണ്. നല്ല സന്തോഷം, നല്ല സംസാരം, നല്ല പ്രാർത്ഥന. രാവിലെ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആ സംസാരമൊക്കെ അച്ഛൻ നോട്ട് ചെയ്ത് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അബുദാബിയിൽ നീ കുടുംബം ഇവിടെ വന്ന് നമ്മളെല്ലാം പേക്കോം എന്ന് പറഞ്ഞ് നടന്നപ്പം ഈ കുടുംബം അനുഗ്രഹം പ്രാപിച്ചു. ഉറക്കെ പറ ഹല്ലേലൂയ. നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു.